പ്രിയമുള്ളവരെ, പറയാനുള്ളതിൽ ഇന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം മലപ്പുറം ടൗൺ ഹാളിൽ നടന്ന അയ്യൂബ് മൗലവിയും എ ജബ്ബാറും തമ്മിലുള്ള സംവാദത്തെക്കുറിച്ചാണ്. വളരെ ആരോഗ്യകരമായ രീതിയിൽ പര്യവസാനിച്ച ഒരു സംവാദമാണത്. അതേസമയം അതിൽ ഓരോരുത്തരും പ്രകടിപ്പിച്ച സംസ്കാരങ്ങൾ ഉണ്ട്. അല്ലെങ്കിൽ ഓരോരുത്തരും അയ്യൂബ് മൗലവിയും ജബ്ബാർ മാഷും വിഷയങ്ങളെ സമീപിച്ച, വിഷയം അവതരിപ്പിച്ച, അവതരണങ്ങൾക്ക് മറുപടി പറഞ്ഞ, ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞ അതിൻ്റെ ശൈലി ഉണ്ട്. അത് ഓരോരുത്തരുടെയും സംസ്കാരത്തെ പ്രതിഫലിപ്പിക്കുന്നത് കൂടിയാണ്. സംവാദമെന്ന് പറയുന്നത് ഉള്ളടക്കങ്ങൾ മാറ്റുരക്കുന്ന ഒരു രംഗം, അത്തരമൊരു വേദി മാത്രമല്ല, മറിച്ച് ആ ഉള്ളടക്കങ്ങൾ പ്രസൻറ്റ് ചെയ്യുന്നവരുടെ സംസ്കാരങ്ങൾ മാറ്റുരക്കുന്ന രംഗവേദി കൂടിയാണ്. അതിനുവേണ്ടി കൂടിയാണ് സംവാദങ്ങൾ സംഘടിപ്പിക്കപ്പെടുന്നത്. ഒരു സംവാദത്തിലൂടെ രണ്ട് ഉള്ളടക്കങ്ങൾ മാറ്റുരക്കപ്പെടുക മാത്രമല്ല, രണ്ട് സംസ്കാരങ്ങൾ മാറ്റുരക്കപ്പെടുക കൂടിയാണ് ചെയ്യുന്നത്. അത് ആ സംവാദം ശ്രദ്ധിച്ചാലും നമുക്ക് നന്നായി മനസ്സിലാക്കാൻ കഴിയും. അയ്യൂബ് മൗലവി ഉന്നയിച്ച പ്രധാനപ്പെട്ട വിഷയങ്ങൾക്കൊന്നും എ ജബ്ബാർ ആ സംവാദത്തിൽ മറുപടി പറഞ്ഞില്ല എന്നതാണ് സംവാദത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. എ ജബ്ബാർ എന്ന ഖുർആൻ വിമർശകന് അറബി അറിയാത്തതുകൊണ്ടും അങ്ങേയറ്റത്തെ വെറുപ്പും വിദ്വേഷവും ഇസ്ലാമിനോടും മുസ്ലിങ്ങളോടും വെച്ചു പുലർത്തുന്നതുകൊണ്ടും വാസ്തവ വിരുദ്ധമായ ഇന്ന കാര്യങ്ങൾ ജബ്ബാറിൻ്റെ ഖുർആൻ ക്ലാസ്സിൽ വന്നിട്ടുണ്ട്. അതിന് ചില ഉദാഹരണങ്ങൾ അയ്യൂബ് മൗലവി പറയുകയുണ്ടായി. അതിനൊന്നും എ ജബ്ബാർ മറുപടി പറഞ്ഞില്ല എന്നതാണ് ആ സംവാദത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. അതിൽ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു പ്രതിക്രിയയുമായി ബന്ധപ്പെട്ട് ജബ്ബാർ നടത്തിയ ഖുർആൻ അവലോകനം, നിരൂപണം. അത് വസ്തുതാപരമല്ല, ഭാവനാവിലാസം മാത്രമാണ് എന്ന് അയ്യൂബ് മൗലവി പറഞ്ഞത്. ഇനി ജബ്ബാർ ആവർത്തിച്ച് പറയുന്നൊരു കാര്യമുണ്ട്. ഇതൊക്കെ ഇസ്ലാം ഞാനീ പറയുന്ന പോലെയാണ്, ഖുർആൻ്റെ യഥാർത്ഥ വ്യാഖ്യാനം ഞാൻ പറയുന്നതാണ്, ബാക്കിയൊക്കെ ആധുനികർ പുട്ടിയടിച്ച് വെളുപ്പിച്ചതാണ് എന്ന്. എങ്കിൽ ഖിസാസുമായി ബന്ധപ്പെട്ട് 4 മദ്ഹബുകളിലെ വിധി എന്താണ്? ജബ്ബാർ പറയുന്നത് പോലുള്ള ഒരു നിയമനിർദ്ധാരണം അല്ലെങ്കിൽ ഹുക്കുമ് 4 മദ്ഹബുകളിൽ ഏതെങ്കിലും ഒന്നിൽ കാണാൻ കഴിയുമോ? മദ്ഹബുകൾ ഉണ്ടായത് ആധുനിക കാലത്തല്ലല്ലോ. അതേപോലെ മഹ്റിനെക്കുറിച്ച് ജബ്ബാർ വളരെ മോശമായ രീതിയിൽ അവിടെ പരാമർശിക്കുന്നുണ്ട്. മഹ്റിൻ്റെ ഉദാഹരണമായി പറഞ്ഞ മഹ്റിൻ്റെ സംഖ്യ എത്രയാവണമെന്നതിനെക്കുറിച്ച് ഇബ്നു അബ്ബാസിൻ്റെ ഒരു പരാമർശത്തെ പിടിച്ചിട്ടാണ്, അത് മഹ്ർ എന്താണ് എന്നതിൻ്റെ ഉദാഹരണമല്ല, മഹ്ർ എത്രയായിരിക്കണം എന്നതിനെക്കുറിച്ച് പറഞ്ഞ ഒരു ഉപമയെ പിടിച്ചാണ് മഹ്ർ വേശ്യാധനമാണ്, വേശ്യക്കുള്ള കൂലിയാണ് എന്ന് എ ജബ്ബാർ പറയുന്നത്. പക്ഷെ അതിന് അയ്യൂബ് മൗലവി സംവാദത്തിൽ തെളിവ് ചോദിക്കുന്നുണ്ട്, അതിൻ്റെ യാഥാർത്ഥ്യങ്ങൾ വിസ്തരിക്കുന്നുണ്ട്. അതിന് ജബ്ബാർ പറയുന്ന ഏക മറുപടി, മഹ്റിനെക്കുറിച്ചൊക്കെ ഞാനിവിടെ പറഞ്ഞാൽ ആകെ വഷളാകും, പ്രശ്നമാകും എന്നാണ്. അത് പറയണം. ആ സംവാദത്തിലെ വളരെ മനോഹരമായ ഒരു രംഗമാണ്. നിങ്ങൾ പറയൂ, നിങ്ങളെന്ത് പറഞ്ഞിട്ടാണ് ഈ ഭീഷണിപ്പെടുത്തുന്നത്? സംവാദം കാര്യങ്ങൾ പറയാനാണല്ലോ, നിങ്ങളത് പറയൂ എന്ന് അയ്യൂബ് മൗലവി വെല്ലുവിളിച്ചിട്ടും എ ജബ്ബാർ അതിനെക്കുറിച്ച് ഒരക്ഷരവും പറഞ്ഞില്ല എന്നതാണ്. ഇങ്ങനെ അവിടെ ഉന്നയിക്കപ്പെട്ട
പിന്നെ പ്രധാനപ്പെട്ട ആരോപണങ്ങൾക്കൊന്നും എ ജബ്ബാർ മറുപടി പറഞ്ഞില്ല എന്നതാണ് പിന്നെ ആ സംവാദത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. അള്ളാഹുവിന് അറബി അറിയില്ല എന്ന് ജബ്ബാർ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്. ജബ്ബാറിന് അറബി അറിയില്ല എന്നത് ഈ സംവാദത്തിൻ്റെ ഒരു കേന്ദ്ര വിഷയമായിരുന്നു. അതിന് അദ്ദേഹം പറയുന്നത് എനിക്കങ്ങനെ ഡീറ്റെയിലായി അറബി അറിയില്ല എന്ന് തന്നെയാണ്. 10ാം ക്ലാസ് വരെ ഞാൻ അറബി പഠിച്ചിട്ടുണ്ട്, അതിന് 50% മാർക്കും കിട്ടിയിട്ടുണ്ട് എന്നാണ്. അപ്പോൾ അറബി ഭാഷയിൽ വിരചിതമായ ഖുർആനിൽ അറബി ഭാഷാപരമായ പിശകുകളുണ്ട്, അല്ലെങ്കിൽ പിശകുകൾ മാത്രമേ ഉള്ളൂ എന്ന് പറയാൻ അദ്ദേഹത്തിന് അറബി അറിയേണ്ടുന്ന യാതൊരു കാര്യവുമില്ല എന്നതാണ് അദ്ദേഹം സ്വയം സമർത്ഥിക്കാൻ ശ്രമിക്കുന്ന, അല്ലെങ്കിൽ സ്വയം വെളിപ്പെടുത്തി അപഹാസ്യനാകുന്ന ഒരു കാര്യം. അള്ളാഹുവിൽ നിന്ന് അവതീർണമായത് എന്നത് മാറ്റിവെച്ചാൽ പോലും അറബി ഭാഷയിൽ പരിഗണിക്കപ്പെടുന്ന ഒരു ക്ലാസിക്കൽ ഗ്രന്ഥമാണ് ഖുർആൻ എന്ന് പറയുന്നത്. പക്ഷേ അത് ഒന്നിനും കൊള്ളാത്തതാണ്, അതിന് അറബി ഭാഷാപരമായൊരു മികവുമില്ല എന്ന് പറയാൻ തനിക്ക് അറബി അറിയേണ്ടുന്ന യാതൊരു കാര്യവുമില്ല എന്നാണ് ജബ്ബാർ അവകാശപ്പെടുന്നത്. എന്നിട്ട് ആ സംവാദത്തിൽ തന്നെ ഖുർആനിലെ ആയത്തുകൾ തെറ്റിച്ചോതുന്നു. ഒമാ അർസൽനാ മിൻ റസൂലിൻ ഇല്ലാ ബിലിസാനി ഖൗമിഹി എന്ന സൂറത്ത് അംബിയായിലെ ആയത്ത് അദ്ദേഹം തെറ്റിച്ചോതുന്നത് ആ സംവാദത്തിൽ നമുക്ക് കാണാനും കേൾക്കാനും കഴിയും. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട മൗലവി ഉന്നയിച്ച ഒരു പ്രശ്നമായിരുന്നു ഷിഗാർ, അള്ളാഹുവിൻ്റെ ചിഹ്നങ്ങളെ എന്നതിനെ ജബ്ബാർ തെറ്റിച്ചവതരിപ്പിച്ചു എന്ന്. അദ്ദേഹം അയ്യൂബ് മൗലവിയുടെ ഒരു വാദത്തിന് സംവാദത്തിൽ മറുപടി പറയാൻ ശ്രമിക്കുന്നത് പ്രധാനമായും ഷിഗാറുമായിട്ട് ബന്ധപ്പെട്ടതാണ്. പക്ഷേ ജബ്ബാർ അവിടെ സമർത്ഥിക്കാൻ ശ്രമിക്കുന്നത് ഷിഗാർ എന്ന് പറഞ്ഞാൽ അടയാളവും വിഗ്രഹവും ഒന്നു തന്നെയാണ് എന്നാണ്. ഇതിനകം ധാരാളം ആളുകൾ അത് വിശകലനം ചെയ്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ സഫയും മറുവയും ഇന്ന സഫാവൽ മറുവത്ത മിൻ ഷായിരില്ല, സഫയും മറുവയും അള്ളാഹുവിൻ്റെ ചിഹ്നങ്ങളിൽപ്പെട്ടതാണ്. അവിടെ ആരാധനകൾ നടത്തുന്നതിന് കുഴപ്പമില്ല. ലാ ജുനാഹ അലൈക്കും, നിങ്ങൾക്കതിൽ തെറ്റില്ല. അന്യത്തവഫ ബിഹിമ, അതിൽ തവാഫ്, അതിൽ ആരാധനകൾ നടത്തുന്നതിന് എന്ന് ഖുർആൻ പറയുന്നുണ്ട്. അതിൻ്റെ പശ്ചാത്തലം അവിടെ നേരത്തെ വിഗ്രഹങ്ങൾ ഉണ്ടായിരുന്നത് കൊണ്ട് വിഗ്രഹത്തെ ആരാധിച്ചിരുന്നൊരു സ്ഥലമായിരുന്നു അത്. അതിൽ വിശ്വാസികൾക്കുണ്ടായിരുന്ന, സഹാബികൾക്കുണ്ടായിരുന്ന മനക്ലേശമാണ്, അതിനെ ദൂരീകരിച്ചുകൊണ്ടാണ് ഈ ആയത്ത് അവതരിക്കുന്നത്. അപ്പോൾ അവിടെ വിഗ്രഹാരാധനയല്ല വിശ്വാസികൾ നടത്തുന്നത്, മറിച്ച് അത് ദൈവത്തിൻ്റെ ചിഹ്നമാണ്. അപ്പോൾ ചിഹ്നം തന്നെയാണ് വിഗ്രഹം എന്നതാണ് ജബ്ബാർ വാദിക്കാൻ ശ്രമിക്കുന്ന കാര്യം. അങ്ങനെയാണെങ്കിൽ പള്ളി ദൈവത്തിൻ്റെ ചിഹ്നമാണ് ഇസ്ലാമിൽ. അപ്പോൾ പള്ളി വിഗ്രഹമാണ്. മുസ്ലിങ്ങൾ പള്ളിയിൽ ആരാധിക്കുന്നു, അവർ പള്ളിയെ തന്നെ ആരാധിക്കുന്നു എന്നൊരാൾ പറഞ്ഞാൽ അതിന് രക്ഷയൊന്നുമില്ല. മറ്റൊരു ഉദാഹരണം, ബലിമൃഗം അള്ളാഹുവിൻ്റെ ഷഗായിറാണ്. സൂറത്ത് ഹജ്ജിൽ അള്ളാഹു പറയുന്നുണ്ട്. അപ്പോൾ എന്താണ് ബിംബവും ചിഹ്നവും തമ്മിലുള്ള വ്യത്യാസം എന്ന് ചോദിച്ചാൽ, ബിംബത്തിന് സ്വയം ദിവ്യത്വമുണ്ട് എന്നാണ് ബിംബാരാധകർ വിശ്വസിക്കുന്നത്. അത് വെറുമൊരു കല്ലല്ല, അത് ചില വിഗ്രഹാരാധകർ ഇന്ന് പറയാൻ ശ്രമിക്കുന്ന, അതിനെ ന്യായീകരിച്ചുകൊണ്ട് പറയാൻ ശ്രമിക്കുന്ന ഒരു കാര്യമാണ്. യഥാർത്ഥത്തിൽ ഒരു വിഗ്രഹവും കേവല ചിഹ്നമല്ല, അത് ചിഹ്നവും എന്നാൽ അതിന് സ്വയം തന്നെ ദിവ്യത്വവുമുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് പ്രാണപ്രതിഷ്ഠ അതിൽ ദിവ്യത്വത്തെ ആവാഹിക്കുന്ന, കേവലം കല്ലായിരുന്ന ശില്പമായിരുന്ന ഒന്ന് അതിനെ പ്രതിഷ്ഠ നടത്തുന്നതോടുകൂടി അതിൽ ദിവ്യത്വം ആവാഹിക്കപ്പെടുകയാണ്. അതാണ് വിഗ്രഹങ്ങൾ എന്ന് പറയുന്നത്. ഇസ്ലാമിലെ ചിഹ്നങ്ങൾ വിഗ്രഹങ്ങളല്ല. അതുകൊണ്ടാണ് ഞാൻ ബലിയുടെ ഉദാഹരണം പറഞ്ഞത്. ബലിമൃഗം ചിഹ്നമാണ്, പക്ഷെ ബലിമൃഗത്തെ അറുക്കാനും അതിൽ നിന്ന് സ്വയം ഭക്ഷിക്കാനും ആവശ്യക്കാരെയും ചോദിച്ചു വരുന്നവർക്കും അവരെയും ഭക്ഷിപ്പിക്കാനുമാണ് ഖുർആൻ പറയുന്നത്. ദിവ്യത്വമുള്ള ഒരു സംഗതിയെ അറുക്കുക എന്നത് ലോകത്ത് നടപ്പുള്ള കാര്യമല്ലല്ലോ. ഇവിടെ പശു ദിവ്യത്വമുള്ളതാണ് എന്ന് ആളുകൾക്ക് വാദമുണ്ട്. അതുകൊണ്ടാണ് പശുവിനെ അറുക്കുന്നത് വലിയ പ്രശ്നമായിട്ട് നമ്മുടെ നാട്ടിൽ മാറുന്നത്.
അപ്പോൾ ചിഹ്നവും വിഗ്രഹവും തമ്മിലുള്ള വ്യത്യാസം, വിഗ്രഹത്തിന് ദിവ്യാംശമുണ്ട്, ചിഹ്നത്തിന് ഒരു ദിവ്യത്വവുമില്ല. അത് ദൈവം ഒരു ചിഹ്നമായി നിശ്ചയിച്ചിരിക്കുന്നു, അതിനോട് ആദരവും ബഹുമാനവുമാണ് മാത്രമാണ് വിശ്വാസികൾക്കുള്ളത്. കഅബയും ഹജറുൽ അസ്വദും സഫയും മറുവയും എല്ലാം അങ്ങനെയാണ്. ഇത് സാമാന്യ ബുദ്ധി കൊണ്ട് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം മാത്രമാണ്. ജബ്ബാർ പറയുന്നുണ്ട്, ഖുർആനിലാകെ മുത്തശാബിഹാത്തുകളാണ്, ഖുർആനിൽ നിറയെ മുത്തശാബിഹാത്തുകളാണ്. ഇതും വസ്തുതാവിരുദ്ധമായ പരാമർശമാണ്. ഖുർആനിൽ നിറയെ മുഹ്കമാത്തുകളാണ്, സുവ്യക്തമായ സന്ദേശങ്ങളാണ് ഖുർആനിലുള്ളത്. അതിൽ മുത്തശാബിഹാത്തുകളും ഉണ്ട്. ഈ മുത്തശാബിഹാത്ത് എന്ന് പറഞ്ഞാൽ ജബ്ബാർ പറയുന്നത് പോലെ ഒന്നും മനസ്സിലാകാത്ത കാര്യമല്ല. ഒന്നും മനസ്സിലാകാത്തൊരു കാര്യം ഖുർആനിൽ പറയേണ്ടതില്ലല്ലോ. മറിച്ച് മുഹക്കമാത്തുകൾ അത് നമ്മുടെ ജീവിതവുമായൊക്കെ ബന്ധപ്പെട്ടതാണ്. അതിൻ്റെ എല്ലാ വിശദാംശങ്ങളും സുവ്യക്തമായി നമുക്ക് മനസ്സിലാവും. അതേസമയം മുത്തശാബിഹാത്തുകൾ എന്ന് പറയുന്നത് അലൗകിക കാര്യങ്ങളാണ്. അത് ആ അളവിൽ മാത്രമേ മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. പക്ഷെ അത് അലൗകിക കാര്യമാണ്, അതങ്ങനെ മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഈ ലോകത്തെക്കുറിച്ച് മാത്രം സംസാരിക്കുന്നൊരു ഗ്രന്ഥമല്ല ഖുർആൻ, മറിച്ച് അത് മറുലോകത്തെക്കുറിച്ചും ആത്മീയമായ ലോകത്തെക്കുറിച്ചും അലൗകികമായ ലോകത്തെക്കുറിച്ചും ഒക്കെ സംസാരിക്കുന്ന ഗ്രന്ഥമാണ്. അതാണ് ഖുർആനിൻ്റെ സൗന്ദര്യം എന്ന് പറയുന്നത്, അതാണ് ഖുർആനിൻ്റെ അലൗകികത എന്ന് പറയുന്നത്. ഇതാണ് മുത്തശാബിഹാത്ത്. ഇത് ഖുർആനിൻ്റെ അലൗകികതയെ സൂചിപ്പിക്കുന്നതാണ് എന്ന് ഖുർആൻ വായിക്കുന്ന ഒരാൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ്. അതേസമയം ഖുർആനിൽ നിന്ന് ഹിദായത്ത്, സന്മാർഗം ലഭിക്കാൻ ആഗ്രഹിക്കാത്ത ആളുകൾ ഇതിൻ്റെ പിന്നാലെയാണ് പോവുക എന്ന് ജബ്ബാറിനെ കുറിച്ച് നേരത്തെ തന്നെ ഒരുപാട് മുഹ്കമാത്തുകൾ ഉണ്ടായിരിക്കെ ഖുർആൻ മുഴുവൻ മുത്തശാബിഹാത്താണെന്നും ആ മുത്തശാബിഹാത്തുകളുടെ പിന്നാലെ മാത്രം സഞ്ചരിക്കുകയും ഖുർആൻ മുഴുവൻ മുത്തശാബിഹാത്താണെന്നും വിശ്വസിക്കുകയും പ്രചരിപ്പിക്കുകയും ഒക്കെ ചെയ്യും എന്നത് ഖുർആൻ തന്നെ പറഞ്ഞ കാര്യമാണ്. അവർ മനസ്സിൽ വക്രതയുള്ള ആളുകൾ മുത്തശാബിഹാത്തുകളുടെ പിന്നാലെ പോവുകയാണ് ചെയ്യുക. അങ്ങനെ മുത്തശാബിഹാത്തുകളുടെ പിന്നാലെ പോയിട്ടാണ് ഖുർആൻ മുഴുവൻ മുത്തശാബിഹാത്ത് മാത്രമാണ് എന്ന് ജബ്ബാറിന് തോന്നുന്നത്. അള്ളാഹു എന്ന് പറയുന്നൊരു ദൈവത്തെക്കുറിച്ച് വല്ല ഫോസിൽ തെളിവുകളും കാണിക്കാമോ എന്ന് ജബ്ബാർ ചോദിക്കുന്നുണ്ട്. ഇതൊക്കെ പണ്ട് എം വിജയ മാഷ് പറയുന്നുണ്ട്, തെറ്റായ ചോദ്യം ചോദിച്ചാൽ തെറ്റായ ഉത്തരമാണ് ലഭിക്കുക എന്ന്. അല്ലെങ്കിൽ വളരെ ആസ്ഥാനത്തുള്ള ഒരു പ്രസക്തിയുമില്ലാത്ത, കേട്ടാൽ എന്തോരും ഒരു ഗമണ്ഡൻ ചോദ്യമാണ് ഈ ചോദിച്ചിരിക്കുന്നത് എന്ന് ആർക്കെങ്കിലുമൊക്കെ തോന്നാം. പ്രത്യേകിച്ച് അന്ധരായ നിരീശ്വരവാദികൾക്ക് തോന്നിയേക്കാം എന്നല്ലാതെ ഇതിലൊന്നും ഒരു പ്രസക്തിയുമുള്ള ചോദ്യമല്ല. അള്ളാഹു എന്ന് പറയുന്നത് ഇംഗ്ലീഷിൽ ഗോഡ് എന്ന് പറയുന്ന, മലയാളത്തിൽ ദൈവമെന്നോ ഈശ്വരനെന്നോ പറയുന്ന, പേർഷ്യൻ ഉറുദു ഭാഷകൾ ഖുദ എന്ന് പറയുന്ന ഈ ദൈവം എന്ന് പറയുന്നതിൻ്റെ അറബി മാത്രമാണ്. അതുകൊണ്ട് തന്നെയാണ് ദൈവമില്ല എന്ന് പറയാൻ ഒരു നിരീശ്വരവാദി, ഇന്നത്തെ ഒരു എത്തീസ്റ്റ്, അറബിയിൽ ദൈവമില്ല എന്ന് പറയാൻ അള്ളാഹു ഇല്ല എന്നാണ് അവർ പറയുക. അങ്ങനെ അറബിയിൽ പറയാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് മുസ്ലിങ്ങളല്ലാത്ത ക്രിസ്ത്യൻ മതസ്ഥരുടെയൊക്കെ വേദഗ്രന്ഥങ്ങളിൽ കർത്താവിനെ കുറിക്കാൻ, യഹോവയെ കുറിക്കാൻ അള്ളാഹു എന്നുപയോഗിക്കുന്നത്. അറബി ഭാഷയിൽ ദൈവത്തെ കുറിക്കാൻ ഉപയോഗിക്കുന്ന വാക്കാണത്. അത് മലയാളത്തിലോ ഇംഗ്ലീഷിലോ ഫ്രഞ്ചിലോ ഉള്ള ഫോസിൽ തെളിവുകൾ കാണിച്ചു തരാമോ എന്നൊക്കെ വെല്ലുവിളിച്ചാൽ അതൊക്കെ ഒരു വിവരദോഷിയുടെ വെല്ലുവിളി എന്നതിനപ്പുറത്തൊരു പ്രസക്തിയുമില്ല. ലോകത്തെ ഏത് ഫോസിലുകളിലും ആ ജനതയുടെ ഏകദൈവ വിശ്വാസത്തെക്കുറിച്ചുള്ള എത്രയോ തെളിവുകൾ ലഭിക്കും എന്നതാണ്. അത് ചരിത്രം നമ്മൾ പരിശോധിച്ചാൽ എളുപ്പം മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ്. ഒരു കാറ്റലോഗ് ആണ് ജബ്ബാർ സംവാദത്തിലുടനീളം, ആ സംവാദം തുടക്കം മുതൽ ഒടുക്കം വരെ കാറ്റലോഗ് കൊണ്ട് കഴിച്ചു കൂട്ടുകയാണ് അദ്ദേഹം ചെയ്തത്. ഖുർആൻ ഒരു കാറ്റലോഗാണ് എന്ന് പലരും പറയാറുണ്ട്. പക്ഷെ അയ്യൂബ് മൗലവി അദ്ദേഹമാണ് വിഷയം ആദ്യം അവതരിപ്പിച്ചത്. അദ്ദേഹത്തിൻ്റെ അവതരണത്തിൽ അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടില്ല. പക്ഷേ ജബ്ബാറിൻ്റെ മറുപടി മുതൽ അവസാനം വരെ കാറ്റലോഗാണ്. ഇതെന്തുകൊണ്ടാണ് സംഭവിച്ചത് എന്ന് ചോദിച്ചാൽ, സംവാദത്തിൽ അയ്യൂബ് മൗലവി പറയുന്ന കാര്യങ്ങൾക്ക് മറുപടി പറയുകയും അതിനോട് പ്രതികരിക്കുകയും ചെയ്യുന്നതിന് പകരം നേരത്തെ തയ്യാറാക്കി കൊണ്ടുവന്ന ഒരു അവതരണം നടത്തുകയും അവസാനം വരെ അതിലൂടെ തന്നെ മുന്നോട്ട് പോവുകയും ചെയ്തതിൻ്റെ ഫലമാണ്. ഇതൊരു സംവാദ രീതിയല്ല.
അദ്ദേഹത്തിന് ഏതൊക്കെയോ പ്രബോധകന്മാരോട് പ്രതികരിക്കാനുണ്ട്. ആ പ്രതികരണം ഒരു സംവാദവേദിയിൽ കൊണ്ടുവന്ന് നടത്തുന്നു. ഇതല്ലല്ലോ സംവാദം. മറുസംവാദകൻ ഉന്നയിക്കുന്ന പ്രശ്നങ്ങളോട്, വിഷയങ്ങളോട് പ്രതികരിക്കുക എന്നതാണ് സംവാദത്തിൻ്റെ രീതി എന്ന് പറയുന്നത്. അതിൽ അദ്ദേഹം ദയനീയമായി പരാജയപ്പെട്ടു പോയതുകൊണ്ടാണ് കാറ്റലോഗ് കൊണ്ട് സമയം കഴിച്ചു കൂട്ടേണ്ടി വന്നത്. എന്നിട്ട് അദ്ദേഹം ചോദിക്കുന്നത്, ദൈവം എന്തിനാണ് ഇങ്ങനെ അറബിയിൽ കാറ്റലോഗ് ഇറക്കിയത്? മലയാളികളായ നമുക്ക് അറബിയിൽ കാറ്റലോഗ് കിട്ടിയിട്ട് എന്താണ് കാര്യം? ഒരു കമ്പനി, ചൈനീസ് കമ്പനി ഒരു പ്രൊഡക്റ്റ് ഇറക്കുമ്പോൾ ചൈനീസ് ഭാഷയിൽ മാത്രമല്ലല്ലോ കാറ്റലോഗ് ഇറക്കുക. ആ പ്രൊഡക്റ്റ് ഏതെല്ലാം ഭാഷയിലുള്ള ആളുകൾക്ക് നൽകുന്നുവോ അവർക്കെല്ലാം ആ ഭാഷയിൽ കാറ്റലോഗ് കൊടുക്കുകയാണ് ചെയ്യുക. ഇത് തന്നെ വളരെയധികം വസ്തുത ഉള്ള ഒരു കാര്യമല്ല. മറിച്ച് കമ്പനിയുടെ ഒരു ഔദ്യോഗിക ഭാഷ ഏതാണോ അതിലാണ് പൊതുവിൽ കമ്പനികൾ കാറ്റലോഗുകൾ ഇറക്കാറുള്ളത്. കാറ്റലോഗ് വാദം ഒരു വാദത്തിന് വേണ്ടി സമ്മതിച്ചാൽ തന്നെ. എന്നിട്ട് അദ്ദേഹം ചോദിക്കുന്നത്, ദൈവത്തിന് കുൻ ഫയക്കൂൻ, ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ മതിയല്ലോ, അപ്പോൾ എല്ലാ ഭാഷയിലും ഉണ്ടാകാലോ. ഇതാണ് ചോദ്യമെങ്കിൽ ഈ ചോദ്യം ഇവിടെ നിർത്തേണ്ടിയില്ല. ദൈവത്തിന് ഭൂമിയിലേക്ക് ഇങ്ങ് ഇറങ്ങി വന്നിട്ട് ഞാൻ ദൈവമാണ്, നിരീശ്വരവാദികളെ കാണൂ, നിങ്ങൾ എന്നിൽ വിശ്വസിക്കൂ എന്ന് പറഞ്ഞാൽ പോരെ? അല്ലെങ്കിൽ എ ജബ്ബാറിൻ്റെ ഹൃദയത്തിനകത്ത് കയറിയിട്ട് ഞാൻ ദൈവമാണ് എന്ന് അവിടെ ഒരു അശരീരി മുഴക്കിയാൽ പോരെ? അല്ലെങ്കിൽ ദൈവം എൻ്റെ വീട്ടിൽ വന്നിട്ട് ഞാൻ ദൈവമാണ്, നീ എന്നെ നിഷേധിക്കുന്നത് ശരിയല്ല എന്നൊരു ദിവസം പറയട്ടെ? കുൻ ഫയക്കുൻ, ദൈവത്തിന് എന്തും സാധിക്കുമല്ലോ. ഇങ്ങനെയൊക്കെ ചോദിക്കാവുന്ന ചോദ്യ സീരീസിലെ ഒരു ചോദ്യം മാത്രമാണ് അത്. ആ ചോദ്യം അവിടെ ഒതുക്കേണ്ട കാര്യമില്ല. ഇങ്ങനെ എന്ത് കാര്യങ്ങളും അങ്ങനെ ചോദിക്കാവുന്നതാണ്. ഇത്തരം ചോദ്യങ്ങൾ പ്രവാചകന്മാരോട് ചോദിച്ചതായി ഖുർആൻ ഉദ്ധരിക്കുന്നുണ്ട്. നീ അത്ഭുതങ്ങൾ കാണിക്ക്, നീ തോട്ടം ഞങ്ങളുടെ കൺമുമ്പിൽ വെച്ച് തോട്ടമുണ്ടാക്ക്, അതേപോലെ അല്ലെങ്കിൽ ആകാശത്തിലേക്ക് ഞങ്ങൾ കാണുക കയറിപ്പോക്, ഒരു ഗ്രന്ഥവുമായിട്ട് ഇറങ്ങിവ എന്നൊക്കെ പ്രവാചകന്മാരുടെ എതിരാളികൾ പറഞ്ഞതായിട്ടും അതിന് ദൈവം പരിശുദ്ധനാണ്, ഞാൻ ദൈവത്തിൻ്റെ മനുഷ്യനായ പ്രവാചകൻ മാത്രമാണ് എന്ന് പ്രവാചകൻ മറുപടി പറഞ്ഞതായി, പ്രവാചകനോട് മറുപടി പറയുന്നതായിട്ട് ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കും. അതേപോലെ പ്രൊഡക്റ്റിന് കാറ്റലോഗ് നൽകുക, ഇങ്ങനെയൊരു രീതി ലോകത്തില്ലല്ലോ. ഈ കാറ്റലോഗ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അയ്യൂബ് മൗലവി സംവാദത്തിൽ ഉന്നയിച്ചൊരു വിഷയമല്ല, ഒരു ആ സംവാദത്തിൻ്റെ ഇതിവൃത്തവുമല്ല. വേറെ എവിടെ നിന്നോ ഒരു പ്രൊഡക്റ്റ് വാദം കൊണ്ടുവന്നിട്ട് അതിങ്ങനെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്നിട്ട് അദ്ദേഹം പറയുന്ന അടുത്തൊരു വാദം, കാറ്റലോഗ് അത് ഉപയോഗിക്കുന്ന ആൾക്കാണല്ലോ കൊടുക്കുക, പ്രൊഡക്റ്റിന് കാറ്റലോഗ് കൊടുക്കുക എന്ന രീതിയുണ്ടോ? ഇത് ഏത് ഉപമയും 100% അതുതന്നെയാണ് എന്നായിരിക്കുകയില്ല. ഉപമയെന്ന് പറയുന്നതിൽ ഉപമാനവും ഉപമേയവും തമ്മിൽ വ്യത്യാസവും കുറവും ഉണ്ടാവും. സാദൃശ്യം മാത്രമേ, ചില സാദൃശ്യങ്ങൾ, ചില കാര്യത്തിലെ സാദൃശ്യം മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്നത് അലങ്കാരശാസ്ത്രത്തിലെ പ്രാഥമിക നിയമമാണ്. പക്ഷേ മനുഷ്യൻ സൃഷ്ടാവ് മനുഷ്യൻ എങ്ങനെ ജീവിക്കണം എന്നതിന് ഒരു മാർഗനിർദ്ദേശം നൽകുന്നു. അത് മനുഷ്യന് തന്നെയാണ് നൽകുക. കാരണം മനുഷ്യനെന്ന് പറയുന്ന മനുഷ്യൻ്റെ ശരീരവും ഈ ലോകത്തെ വസ്തുക്കളും എല്ലാം ഉപയോഗിക്കേണ്ടുന്ന ആൾ ആരാണ്? മനുഷ്യൻ തന്നെയാണ്. ഇവിടെ പ്രൊഡക്റ്റും ഉപഭോക്താവും ഒരാൾ തന്നെയാണ് എന്നതാണ് മനുഷ്യൻ്റെ കാര്യത്തിലെ സവിശേഷത എന്ന് പറയുന്നത്. ഈ സംവാദത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിട്ട് എനിക്ക് തോന്നിയത് വഹീനെക്കുറിച്ച്, ദൈവിക മാർഗദർശനത്തെക്കുറിച്ച ജബ്ബാറിൻ്റെ ഒരു ഫിലോസഫിക്കലായ ഒരു യുക്തിവാദ ഫിലോസഫിയിൽ നിന്നിട്ട് ജബ്ബാറിന് പറയാൻ കഴിയുന്നൊരു വാദം ജബ്ബാർ ഉന്നയിച്ചിട്ടുണ്ട്. അത് തേനീച്ചക്ക് വഹീ നൽകിയിട്ടുണ്ട് എന്ന് ഖുർആൻ പറയുന്നുണ്ട്. അതുപോലെ മനുഷ്യനും വഹീ നൽകിയാൽ മതിയല്ലോ ദൈവത്തിന്. തേനീച്ചക്കുള്ള വഹീ ഒരു റാണിയെ വിളിച്ചിട്ട് റാണിയെ പ്രവാചകനായി റാണിക്ക് കാര്യങ്ങൾ പഠിപ്പിച്ച് അങ്ങനെ കൊടുത്തതല്ലല്ലോ. അതേപോലെ കാളക്ക് വഹീ നൽകി എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ പശു സമൂഹത്തിന് വഹീ നൽകി എന്ന് പറഞ്ഞാൽ ഒരു കാളപ്രവാചകനെ അയച്ചിട്ടല്ലല്ലോ ആ കാര്യം നിർവഹിച്ചിട്ടുള്ളത്. ഇതുപോലെ മനുഷ്യൻ്റെ തലച്ചോറിൽ പ്രോഗ്രാം ചെയ്തു വെച്ചാൽ മതിയല്ലോ ഈ സന്മാർഗം എന്ന് പറയുന്നത്. മറ്റ് ജീവികളുടെ കാര്യത്തിൽ അത് ജബ്ബാർ മാഷി പറഞ്ഞത് വളരെ ശരിയാണ്. ആ സംവാദത്തിൽ അദ്ദേഹം പറഞ്ഞ ഏക ശരി അതായിരിക്കും.
മറ്റ് ജീവികളുടെ കാര്യത്തിലെ സന്മാർഗം, ദൈവത്തിൻ്റെ മാർഗനിർദ്ദേശം അവയുടെ ശരീരത്തിൽ തന്നെ പ്രോഗ്രാം ചെയ്ത് വെച്ചതാണ്. മനുഷ്യൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല. എന്നാൽ പിന്നെ മനുഷ്യൻ്റെ കാര്യത്തിലും അങ്ങനെ ചെയ്താൽ പോരെ? അതല്ലേ ശരിയായ വഹിയും മാർഗദർശനവും എന്നതാണ് ജബ്ബാർ ചോദിക്കുന്നത്. ഒരു യുക്തിവാദത്തിൻ്റെ യുക്തിയിൽ നിന്നുകൊണ്ട് ചോദിക്കേണ്ടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം തന്നെയാണത്. യുക്തിവാദ ദാർശനികതയുടെ ഒരു പ്രധാന ചോദ്യം തന്നെയാണത്. പക്ഷെ അതിൻ്റെ മറുപടി അത് തന്നെയാണ് മനുഷ്യനെ വ്യത്യസ്തനാക്കുന്ന ഘടകമെന്ന് പറയുന്നത്. മറ്റ് ജീവികളിൽ സന്മാർഗവും അതിനാവശ്യമായ മാർഗദർശനവുമെല്ലാം അതിൻ്റെ ശരീരത്തിലും അതിൻ്റെ തലച്ചോറിലും തന്നെ പ്രോഗ്രാം ചെയ്യപ്പെട്ടതാണ്. അതിന് ശാരീരികമായ ചോദനകൾക്കനുസരിച്ച് മാത്രമേ പ്രവർത്തിക്കാൻ കഴിയുള്ളൂ. അതിലേക്ക് നിന്ന് താഴേക്കും പോകാൻ കഴിയുകയില്ല, അതിൽ നിന്ന് മുകളിലേക്കും പോകാൻ കഴിയുകയില്ല. മനുഷ്യൻ അതിൽ നിന്ന് വ്യത്യസ്തമാണ്. ഒരു കൂരിയാറ്റക്കിളി അതിൻ്റെ ഒന്നാം തീയതി അതിൻ്റെ സൃഷ്ടിപ്പിൻ്റെ ഒന്നാം തീയതിയിൽ എങ്ങനെയാണോ കൂടുകൂട്ടുന്നത് അങ്ങനെ തന്നെയാണ് ഇന്നും കൂടുകൂട്ടിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ജനിതകത്തിലുള്ളതാണ്, ജനിതകത്തിലുള്ളിടത്തോളം അത് ചെയ്തുകൊണ്ടിരിക്കും. എന്നാൽ മനുഷ്യൻ്റെ എൻജിനീയറിങ് അങ്ങനെയല്ല. അത് ആദിമ മനുഷ്യൻ്റെയും ആധുനിക മനുഷ്യൻ്റെയും എൻജിനീയറിങ്ങുകൾ തമ്മിൽ വ്യത്യാസമുണ്ട്. കാരണം അത് ജനിതകപരമല്ല, മറിച്ച് മനുഷ്യന് വികസിപ്പിക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്. ഇതുപോലെ തന്നെയാണ് സന്മാർഗവും ദുർമാർഗവും എന്ന് പറയുന്നത്. അത് മനുഷ്യനിൽ ശാരീരികമായി പ്രോഗ്രാം ചെയ്യപ്പെട്ട, തലച്ചോറിൽ പ്രോഗ്രാം ചെയ്യപ്പെട്ടൊരു കാര്യമല്ല, മറിച്ച് മനുഷ്യൻ വേറെ സ്ഥലത്ത് നിന്ന്, ശരീരത്തിന് പുറത്തുള്ള ഒരു സ്ഥാനത്ത് നിന്ന് സ്വീകരിക്കേണ്ടുന്നതും ജീവിതത്തിൽ ഉൾക്കൊള്ളേണ്ടതുമായൊരു കാര്യമാണ്. ആ ബിന്ദുവിലാണ് മനുഷ്യൻ മൃഗത്തിൽ നിന്ന്, മറ്റ് ജീവികളിൽ നിന്ന് വ്യത്യസ്തനായിട്ട് മാറുന്നത്. യുക്തിവാദികളുടെ ഒരു യുക്തി അനുസരിച്ച് തേനീച്ചയിൽ നിന്ന്, കാളയിൽ നിന്ന് മനുഷ്യനൊരു വ്യത്യസ്തതയുമില്ല. അപ്പോൾ യുക്തിവാദവും വിശ്വാസവും തമ്മിലുള്ള പ്രശ്നം ദൈവമുണ്ടോ ദൈവമില്ലേ എന്ന പ്രശ്നം മാത്രമല്ല, മറിച്ച് ദാർശനിക തലത്തിൽ മനുഷ്യൻ മറ്റെല്ലാ ജീവികളെയും പോലെ ഒരു ജീവി മാത്രമാണോ, മറിച്ച് മനുഷ്യൻ ദൈവത്തിൻ്റെ സവിശേഷതകളുള്ള ഒരു സൃഷ്ടിയാണോ എന്ന സംവാദം കൂടിയാണ് അതിൽ യുക്തിവാദികൾ നിലയുറപ്പിക്കുന്നത്. മനുഷ്യർ പാറ്റയെയും പുഴുവിനെയും കാളയെയും തേനീച്ചയെയും പോലെ ഒരു ജീവി മാത്രമാണ് എന്നതാണ് ഇസ്ലാം നിലയുറപ്പിക്കുന്നത്. മനുഷ്യൻ മറ്റ് ജീവികളെപ്പോലെ ഒരു ജീവി മാത്രമല്ല, മറിച്ച് ദൈവത്തിൻ്റെ വ്യത്യസ്തതയുള്ള, ഉദാത്തതയുള്ള ദൈവികമായ മാർഗദർശനം സ്വീകരിച്ച് പ്രവർത്തിക്കാനും അതിനെ നിഷേധിക്കാനുമൊക്കെ കഴിയുന്ന, അതുപോലെ ശാരീരിക ചോദനകൾക്കപ്പുറത്ത് സ്വന്തം അറിവിനെയും വികസിപ്പിക്കാനും നാഗരികത വളർത്തുവാനുമൊക്കെ കഴിയുന്ന സവിശേഷ ജീവിയാണ് എന്നതാണ്. അതുകൊണ്ട് തന്നെ ദൈവനിഷേധം എന്ന് പറയുന്നത് എപ്പോഴും സവിശേഷതയുള്ള നമ്മൾ മനുഷ്യൻ എന്ന് പറയുന്ന ഒരു അസ്തിത്വത്തിൻ്റെ നിഷേധം കൂടിയാണ് എന്ന് ആ സംവാദം വളരെ കൃത്യമായിട്ട് വെളിപ്പെടുത്തുന്നത് കാണാൻ കഴിയും. വളരെ വിചിത്രമായ വാദങ്ങളൊക്കെ ജബ്ബാർ ഇസ്ലാമിനെ കുറിച്ച് ആ സംവാദത്തിൽ ഉന്നയിക്കുന്നുണ്ട്. മക്കയിൽ മുഹമ്മദ് ലക്കും ദീനിക്കും വലിയ ദീൻ, നിങ്ങൾക്ക് നിങ്ങളുടെ മതം, എനിക്ക് എൻ്റെ മതം എന്നൊക്കെ പറഞ്ഞ ആളായിരുന്നു. പക്ഷേ മദീനയിലെത്തിയപ്പോൾ ആക്രമണത്തിൻ്റെയും യുദ്ധത്തിൻ്റെയും കീഴ്പ്പെടുത്തലിൻ്റെയും ഫലപ്രയോഗത്തിൻ്റെയും ഒക്കെ ആളായി എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. മദീനയിലാണ് മതത്തിൽ യാതൊരു ബലപ്രയോഗവുമില്ല. ലാ ഇക്റാഹ ഫിദ്ദീൻ എന്ന് പറയുന്ന ഖുർആനിലെ 2-ാം അധ്യായത്തിലെ 256-ാമത്തെ ആയത്ത് അവതരിക്കുന്നത്. അതുപോലെ സൂറത്ത് മുംതഹിനയിലെ നിങ്ങളോട് ഇങ്ങോട്ട് യുദ്ധം ചെയ്യാത്തവരോട് നിങ്ങൾ പുണ്യം ചെയ്യണമെന്നും പുണ്യം ചെയ്യുന്നതിൽ കുഴപ്പമില്ല എന്നും അവർക്ക് പുണ്യം ചെയ്യുന്നതിൽ കുഴപ്പമില്ല എന്ന ആയത്തും സന്ധികളുമായും കരാറുകളുമായും വിശ്വാസികളല്ലാത്ത സമൂഹങ്ങളുമായുള്ള കരാറുകളെക്കുറിച്ചും സന്ധികളെക്കുറിച്ചുമുള്ള മുഴുവൻ ആയത്തുകളും അവതരിക്കുന്നത് മദീനയിലാണ്. ഇതൊക്കെ വളരെ ഇത്രയും കാലം ഇസ്ലാം വിമർശനത്തിന് വേണ്ടി ഇസ്ലാമിനെക്കുറിച്ച് വായിക്കുകയും പഠിക്കുകയും ചെയ്തിട്ട് വളരെ ഉപരിപ്ലവമായ തോന്നലുകൾ വെച്ച് സിദ്ധാന്തങ്ങൾ ഉണ്ടാക്കി അവതരിപ്പിക്കുക എന്നതാണ് എ ജബ്ബാർ ചെയ്യുന്നത്. വളരെ വിചിത്രവും രസകരവുമായ മറ്റൊരു സിദ്ധാന്തം, ഒരു ഭാവനാവിലാസം അദ്ദേഹം അവതരിപ്പിക്കുന്നുണ്ട്. അത് മക്കയിൽ മുഹമ്മദ് ഉദ്ദേശിച്ചിരുന്നത് മക്കയിൽ മാത്രമുള്ളൊരു ഇസ്ലാം, മക്കയുടെ ഒരു ആധിപത്യം, മതരാഷ്ട്രീയ ആധിപത്യം. പിന്നെ മദീനയിൽ ചെന്നു, പിന്നെയാണ് ഇതിൻ്റെ ഒരു സാധ്യത അദ്ദേഹത്തിന് മനസ്സിലായത്. അങ്ങനെയാണൊരു സർവ്വലൗകിക ഇസ്ലാം അദ്ദേഹം അവതരിപ്പിക്കുന്നത് എന്ന്. ഇതിനൊക്കെ എന്താ തെളിവ് എന്ന് ചോദിച്ചാൽ ഇതിനൊക്കെ എതിരായ
നൂറുകണക്കിന് തെളിവുകൾ ഖുർആനിലുണ്ട്, ഹദീസിലുണ്ട് എന്ന് കാണാൻ കഴിയും. അപ്പോൾ ഞാൻ ഉദാഹരണം പറയാം. ഇപ്പോൾ ഹബ്ബാബ് ബിൻ അറത്ത് റളിയല്ലാഹു അൻഹു മക്കയുടെ കാബയുടെ ചാരത്തിരിക്കുന്ന റസൂലിൻ്റെ അടുത്ത് എന്നിട്ട് ചോദിക്കുന്നില്ല, ലാ തസ്തൻസുർലന അലാ തദ്ഉലന, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നില്ലേ, ദൈവത്തോട് അള്ളാഹുവിനോട് ഞങ്ങൾക്ക് വേണ്ടി സഹായം അഭ്യർത്ഥിക്കുന്നില്ലേ, ഞങ്ങൾ അതിഭീകരമായിട്ട് പീഡിപ്പിക്കപ്പെടുകയാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അതിന് പ്രവാചകൻ പറഞ്ഞ മറുപടി, നിങ്ങളുടെ പൂർവികർ ഇതിനേക്കാൾ കൂടുതൽ പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അവർ ഇരുമ്പിൻ്റെ ചീർപ്പ് കൊണ്ട് പിന്നെ ഈർന്നിട്ട് പിന്നെ അവരുടെ എല്ലും മാംസവും വേർതിരിക്കപ്പെട്ടിട്ടുണ്ട്, നിങ്ങൾ തിരക്ക് കൂട്ടുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഹത്താ യസീറു റാക്കിബു മിൻ സൻആ ഇലാ ഹളറമൗത്ത്, സൻആയിൽ നിന്ന് ഹളറമൗത്തിലേക്ക് ഒരു യാത്രക്കാരന് അതിൻ്റെ ഒപ്പമുള്ള ആടിനെ ചെന്നായ പിടിക്കുമോ എന്നല്ലാതെ, അള്ളാഹുവിനെയും ആടിനെ ചെന്നായ പിടിക്കുമോ എന്നല്ലാതെ മറ്റൊന്നിനെയും ഭയപ്പെടാതെ സഞ്ചരിക്കാവുന്നൊരു കാലം വരുമെന്ന് മക്കയിൽ വെച്ച് പറയുന്നുണ്ട്. ഈ സൻആയും ഹളറമൗത്തും യമനിലെ സ്ഥലങ്ങളാണ് എന്ന് ആ ഭൂപ്രദേശത്തെക്കുറിച്ച് സാമാന്യം അറിയുന്ന എല്ലാവർക്കും അറിയാം. ഇതിനെക്കുറിച്ചൊക്കെ പ്രവാചകൻ സംസാരിക്കുന്നത് മക്കയിൽ വെച്ചാണ്, അല്ലാതെ മദീനയിലെത്തിയപ്പോൾ ഇങ്ങനെ ഒരു പുതിയ ആശയമുണ്ടായി എന്നതല്ല. അപ്പോൾ പിന്നെ എന്നിട്ട് ഇത്തരം ഒരുപാട് മനോവിലാസങ്ങൾ, ഭാവനാവിലാസങ്ങളെക്കുറിച്ച്, ജബ്ബാറിൻ്റെതായ വാദങ്ങളെക്കുറിച്ച് ജബ്ബാർ പറയുന്നു. ഇതൊക്കെ ഞാൻ വരികൾക്കിടയിൽ വായിച്ചതാണ്, മനസ്സിലാക്കിയതാണ്. അങ്ങനെയാണ് ബിലാലിൻ്റെ കഥയൊക്കെ അദ്ദേഹം, പുത്തൻ കഥയൊക്കെ അദ്ദേഹം പറയുന്നത്. എന്നിട്ട് ഇങ്ങനെ വായിക്കുന്നത്, അതിനാണ് ഡിസ്കോഴ്സ് എന്ന് പറയുക. ഇങ്ങനെയാണ് PhD ഒക്കെ ഇപ്പോൾ നൽകപ്പെട്ട് ആളുകൾക്ക് ലഭിക്കുന്നത്, ചരിത്രത്തിൽ PhD ലഭിക്കുന്നത് ഇങ്ങനെയാണ് എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹത്തിന് ഇസ്ലാമിനെക്കുറിച്ചും വിവരമില്ല. ഡിസ്കോഴ്സ് എന്ന് പറയുന്ന ഉത്തരാധുനികമായ ആ പദാവലിയെക്കുറിച്ചും ആ പദത്തെക്കുറിച്ചും അദ്ദേഹത്തിന് യാതൊരു വിവരമില്ല. എങ്ങനെയാണ് വ്യത്യസ്തങ്ങളായ വിജ്ഞാന ശാഖകളിൽ ഗവേഷണം നടക്കുന്നത് എന്നും ഗവേഷണ ബിരുദങ്ങൾ നൽകപ്പെടുന്നത് എന്നതിനെക്കുറിച്ചുമൊന്നും ഒരു വിവരവുമില്ലാതെ ഇങ്ങനെ ഇസ്ലാമിനെക്കുറിച്ചും ലോകത്തെ വൈജ്ഞാനികതയെക്കുറിച്ചും അക്കാദമിക്സിനെക്കുറിച്ചുമൊക്കെയുള്ള വിവരക്കേട് ഒരു വലിയ പിന്നെ ടൗൺ ഹാളിൽ മനുഷ്യരെ വിളിച്ചു കൂട്ടിയിട്ട് വിളിച്ചു പറയുക, വളരെ വിജ്ഞാന അക്കാദമികമായൊക്കെ വളരെയധികം വികസിച്ച ഒരു കേരളീയ സമൂഹത്തിൻ്റെ മുമ്പിൽ അതിനെക്കുറിച്ചൊന്നും ഒരു തരത്തിലുള്ള ജ്ഞാനവുമില്ലാതെ പറയുക എന്നതാണ്. അതൊക്കെ വമ്പിച്ച ആത്മവിശ്വാസത്തോടു കൂടി, ആ ആത്മവിശ്വാസത്തിൻ്റെ മുമ്പിൽ ചില ആളുകൾ ഡിസ്കോഴ്സ്, എന്താ ഡിസ്കോഴ്സ് എന്ന് അദ്ദേഹത്തോട് ചോദിച്ചു നോക്കിയാൽ അദ്ദേഹത്തിന് അതിനെക്കുറിച്ച് യാതൊരു വിവരവുമില്ല എന്ന് ജബ്ബാർ മാഷെ പിന്തുടരുന്ന ഒരാൾക്ക് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്. പക്ഷെ ഇതൊക്കെ വമ്പിച്ച ആത്മവിശ്വാസത്തോടു കൂടി പറയുമ്പോൾ ചില ആളുകൾക്കെങ്കിലും തോന്നും ഇതൊക്കെ എന്തോ വലിയ വിവരമുള്ളൊരു കാര്യമാണ് ഈ പറയുന്നത് എന്ന്. ജബ്ബാറിൻ്റെ ആത്മവിശ്വാസം, അതിൻ്റെ ഫലമായിട്ടാണ് ധാരാളം ആളുകൾക്ക് ജബ്ബാറിന് അറബി അറിയുന്ന ഒരാളാണ് ജബ്ബാർ എന്ന് ഇത്രയും കാലം തോന്നിയത്, പ്രത്യേകിച്ച് നിരീശ്വരവാദികൾക്ക്. ഈ സംവാദത്തിൻ്റെ ഏറ്റവും വലിയ ഗുണഫലം എന്ന് പറയുന്നത് ജബ്ബാറിന് അറബി അറിയില്ല എന്ന് അദ്ദേഹം തന്നെ സമ്മതിച്ചു. അത് യുക്തിവാദികൾക്കും നിരീശ്വരവാദികൾക്കും ബോധ്യപ്പെട്ടിട്ടുണ്ടാകും, അക്കാര്യമെങ്കിലും ബോധ്യപ്പെട്ടിട്ടുണ്ടാകും എന്നതാണ്. മറുഭാഗത്ത് അയ്യൂബ് മൗലവി, അദ്ദേഹത്തിന് അറബിയിൽ അഗാധമായ പാണ്ഡിത്യമുണ്ടെന്നും അദ്ദേഹം ഇസ്ലാമിലേക്ക് തിരിച്ചു വന്നപ്പോൾ ആരോ പർച്ചേസ് ചെയ്തു, അദ്ദേഹം ഇന്നിന്ന താല്പര്യങ്ങൾ കൊണ്ടാണ് വന്നത് എന്നൊക്കെ പല യുക്തിവാദികളും ആരോപണം ഉന്നയിച്ചിരുന്നു. അങ്ങനെയല്ല, അദ്ദേഹത്തിൻ്റെ ജ്ഞാനബോധ്യമാണ് അദ്ദേഹത്തെ ഇസ്ലാമിലേക്ക് തിരിച്ചു കൊണ്ടുവന്നത് എന്നും പിന്നെ ആ സംവാദം ശ്രദ്ധിക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാക്കുവാൻ കഴിയും. അദ്ദേഹം പിന്നെ ഇസ്ലാമിനെയൊക്കെ വിമർശിച്ചിട്ട് പകരമായിട്ട് പറയുന്നത് മാനവിക മൂല്യങ്ങൾ, ഇസ്ലാം അപരിഷ്കൃതമാണ്, ഇതിനെല്ലാം പകരമായിട്ട് അവതരിപ്പിക്കുന്നത് മാനവിക മൂല്യങ്ങളാണ്. ഏത് മാനവികതയെക്കുറിച്ചാണ് ജബ്ബാർ പറയുന്നത് എന്ന് ഇനിയെങ്കിലും ജബ്ബാർ വ്യക്തമാക്കേണ്ടതാണ്. മാനവികതക്ക് ഏത് ആധുനികമായ മാനവികതയാണോ, ജബ്ബാർ ഡിസ്കോഴ്സ് എന്നൊക്കെ പറഞ്ഞ ആ ഉത്തരാധുനികമായ മാനവികതയാണോ, ആണും പെണ്ണും എന്ന് പറയുന്നത് ശാരീരികമാണെന്ന് പറയുന്ന പഴയ മാനവികതയാണോ, അതല്ല അതൊക്കെ സോഷ്യൽ കൺസ്ട്രക്റ്റ് ആണെന്ന് പറയുന്ന ഇടക്കാലത്തുണ്ടായ മാനവികതയാണോ, അതല്ല അതൊക്കെ ഓരോരുത്തർക്കും തിരഞ്ഞെടുക്കാവുന്നതാണ് എന്ന് പറയുന്ന പുതിയ മാനവികതയാണോ, അല്ലെങ്കിൽ പോസ്റ്റ് ഹ്യൂമൻ, മനുഷ്യൻ തന്നെ അവസാനിക്കാൻ പോകുന്നു, മാനവികാനന്തരമായ ഒരു മാനവികതയെക്കുറിച്ചാണോ ജബ്ബാർ പറയുന്നത് എന്നൊക്കെ വ്യക്തമാക്കിയാൽ ജബ്ബാറുമായുള്ള ആശയ സംവാദങ്ങൾക്ക് കുറെ കൂടി വ്യക്തതയും ഒക്കെ ഉണ്ടാകും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇസ്ലാം ലോകത്തൊരു നന്മയും ചെയ്തിട്ടില്ല എന്നത് ഇസ്ലാമിനെ പഠിച്ച
ആരും പൊതുവെ പറയാനിടയില്ലാത്ത പറഞ്ഞിട്ടില്ലാത്ത ഒരു കാര്യമാണ്. ഇസ്ലാമിനോട് വിയോജിച്ച പലരുമുണ്ട്. അപ്പോഴും ഇസ്ലാം ചരിത്രത്തിൽ ചെയ്ത പലതരത്തിലുള്ള സംഭാവനകളെ പലരും അംഗീകരിക്കുന്നത് കാണാൻ കഴിയും പല ആംഗിളുകളിൽ. അത് ഉദാഹരണത്തിന് ഇനി ഇസ്ലാം മുഹമ്മദ് പ്രവാചകനല്ല, ഖുർആൻ ദൈവത്തിൻ്റെ വെളിപാടല്ല എന്നെല്ലാം അംഗീകരിച്ചാലും അക്കാലഘട്ടത്തിൽ ഗോത്രാധിഷ്ഠിതമായിരുന്ന ഒരു സമൂഹത്തിൽ യാ യുഹന്നാസ് ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസാ വജഅൽനാകും ശുഊബൻ വഖബാഇല ലിതആറഫു ഇന്ന അക്രമകും ഇൻദല്ലാഹി അത്ഖാകും, ജനങ്ങളെ ഏതെങ്കിലും ഒരു ഗോത്രമേ എന്ന് വിളിക്കുന്നതിന് പകരം, അറബികളെ എന്ന് വിളിക്കുന്നതിന് പകരം, വിശ്വാസികളെ എന്ന് വിളിക്കുന്നതിന് പകരം മനുഷ്യരെ എന്ന് വിളിക്കുകയും നിങ്ങളെ എല്ലാവരെയും ഒരാണിൽ നിന്നും പെണ്ണിൽ നിന്നുമാണ് സൃഷ്ടിച്ചത്, അവരെ വ്യത്യസ്ത ഗോത്രങ്ങളും വർഗങ്ങളും ഒക്കെ ആക്കി തിരിച്ചത് പരസ്പരം തിരിച്ചറിയാനാണ്, നിങ്ങളിൽ ഏറ്റവും ഉത്തമർ ഏറ്റവും ദൈവഭക്തിയുള്ളവരാണ്, ജന്മത്തിൻ്റെ പേരിൽ ആർക്കും ഔന്നിത്യമോ അധമത്വമോ ഇല്ല, മറിച്ച് വിശ്വാസത്തിൻ്റെയും അഥവാ ആദർശത്തിൻ്റെയും കർമ്മത്തിൻ്റെയും പേരിലാണ് ഔന്നിത്യവും അധമത്വവും ഉള്ളത് എന്ന മാനവികതയുടെ പാഠം ജബ്ബാറിൻ്റെയൊക്കെ യുക്തിവാദ മാനവികത ഉണ്ടാകുന്നതിന് എത്രയോ മുമ്പേ ലോകത്തെ പഠിപ്പിച്ച, ആ അർത്ഥത്തിൽ മാനവികതയാണ് തൻ്റെ ആദർശമെങ്കിൽ ആ മാനവികതയുടെ ആദിരൂപം എന്ന നിലക്ക്, അതിൻ്റെ ആദ്യത്തെ ഒരാളെന്ന നിലക്കെങ്കിലും ജബ്ബാർ മുഹമ്മദ് നബിയെ ഇനി നബിയാണെന്ന് അംഗീകരിച്ചിട്ടില്ലെങ്കിലും മാനവികതയുടെ ഒരാദ്യകാല വക്താവെന്ന നിലക്കെങ്കിലും ജബ്ബാർ അംഗീകരിക്കേണ്ടതാണ്. അദ്ദേഹം ഈ കാര്യത്തിലൊക്കെ സത്യസന്ധനാണെങ്കിൽ എന്തുകൊണ്ട് അംഗീകരിക്കുന്നില്ല? ഇസ്ലാമിനെക്കുറിച്ച് ആകെ അത് മഹാവൃത്തികേട് മാത്രമാണ്, അക്രമം മാത്രമാണ്, ലോകത്തിന് തിന്മ മാത്രമേ അത് സംഭാവന ചെയ്തിട്ടുള്ളൂ എന്ന് പറയേണ്ടി വരുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ജബ്ബാറിൻ്റെ പ്രേരകമെന്ന് പറയുന്നത് വൈജ്ഞാനികമായ അന്വേഷണമോ അതിൽ സത്യസന്ധമായ ബുദ്ധിപരമായ സത്യസന്ധതയോടുകൂടി യോജിപ്പുകളും വിയോജിപ്പുകളും രേഖപ്പെടുത്തുന്ന ഒരു സംവാദത്തിൻ്റെയോ സത്യാന്വേഷണത്തിൻ്റെയോ ഒന്നും ശൈലിയല്ല, അത്തരമൊരു പ്രചോദനങ്ങളും വികാരങ്ങളുമല്ല ജബ്ബാർ പിന്തുടരുന്നത്, മറിച്ച് അന്ധമായ വെറുപ്പും വിദ്വേഷവുമാണ്. ആ ശരീരഭാഷ തന്നെ എത്ര വെറുപ്പ് നിറഞ്ഞതാണ്. അതിലെ ഓരോ പ്രസ്താവനകളും ഒരു ബുദ്ധിപരമായ പ്രസ്താവന എന്നതിനേക്കാൾ വെറുപ്പ് നിറഞ്ഞ, വെറുപ്പിൽ അധിഷ്ഠിതമായ പ്രസ്താവനകളാണ് എന്ന് അത് ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ കാര്യം അവിടെ ചോദ്യോത്തരത്തിൽ ചൂണ്ടിക്കാണിച്ചിരുന്നു. അതിന് ജബ്ബാർ പറഞ്ഞ മറുപടി, മുസ്ലിമായ എനിക്ക് മുസ്ലിങ്ങളോട് എന്ത് വെറുപ്പാണ്, ഇത് നിങ്ങൾ ഇതിൻ്റെ മെറിറ്റിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി പറയുന്നതാണ്. മുസ്ലിമായ ആൾക്ക് മുസ്ലിങ്ങളോട് വെറുപ്പുണ്ടാകും. ലോകത്ത് വംശ ഉന്മൂലനത്തിന് ഏറ്റവും അധികം ആധുനിക കാലത്ത് വിധേയമായത് ജർമ്മനിയിലെ ജൂതന്മാരാണല്ലോ. ഇന്നത്തെ ഇസ്ലാമോഫോബിയക്ക് സമാനമായതാണ് അന്നത്തെ ആൻറ്റി സെമിറ്റിസം എന്ന് പറയുന്നത്. അന്നത്തെ ജർമ്മനിയെക്കുറിച്ച് പഠിച്ച ധാരാളം ആളുകൾ പറയുന്നൊരു കാര്യമുണ്ട്. അന്ന ഹാരൻറ്റിനെയൊക്കെ പോലുള്ള ജർമ്മനിയിൽ ജൂതരോട് വെറുപ്പുള്ള ജൂതന്മാരുണ്ടായിരുന്നു, ഹിറ്റ്ലറെ പിന്തുണച്ച ജൂതന്മാരുണ്ടായിരുന്നു, അങ്ങനെയുള്ള മുസ്ലിങ്ങൾ ഉണ്ടാകും. അതെന്തുകൊണ്ടുണ്ടാവുന്നു എന്നുള്ളത് ജബ്ബാർ എന്തുകൊണ്ട് മുസ്ലിങ്ങളോട് വെറുപ്പുള്ള മുസ്ലിമാകുന്നു, ഏറ്റവും ഇസ്ലാമോഫോബിക്കായ മുസ്ലിമാകുന്നു എന്നുള്ളത്, അതിൻ്റെ കാരണം എന്താണ് എന്ന് നമുക്കറിയില്ല. അത് വേറെ അദ്ദേഹത്തെ പഠിച്ചു നോക്കുകയോ പരിശോധിക്കുകയോ ഒക്കെ ചെയ്യേണ്ടുന്ന കാര്യമാണ്. അതിലെന്തെങ്കിലും അദ്ദേഹത്തിൻ്റെതായ എന്തെങ്കിലും അത്രയും വെറുപ്പ് അദ്ദേഹം കൊണ്ടു നടക്കുന്നതിൻ്റെ കാരണം എന്താണ് എന്നത് വേറെ അന്വേഷിക്കേണ്ടുന്ന കാര്യമാണ്. പക്ഷേ ഇതൊരു ആശയ സംവാദത്തിൻ്റെ വിഷയമല്ല, ബുദ്ധിപരമായ അന്വേഷണത്തിൻ്റെ വിഷയമല്ല, വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും വിഷയം മാത്രമാണ്. അദ്ദേഹം ഒരു ആശയപരമായ സംവാദം ഉയർത്തുകയല്ല, വെറുപ്പ് നിരന്തരമായി ഉൽപ്പാദിപ്പിക്കുകയാണ്, അത് ഇങ്ങനെ വിതരണം ചെയ്യുകയാണ്, അത് പ്രക്ഷേപണം ചെയ്യുകയാണ് ചെയ്യുന്നത് എന്ന് ഈ സംവാദം ശ്രദ്ധിച്ചാൽ വളരെ വ്യക്തതയിൽ മനസ്സിലാക്കുവാൻ കഴിയും.